രാത്രി ഒരു 1 മണിക്ക് ശേഷമോ ഇതുപോലെ തകർത്ത് പെയ്യുന്ന അടിപൊളി മഴ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വിശപ്പ് വരാൻ കാരണമൊന്നും വേണ്ടല്ലേ. ഏകദേശം ഒന്ന് ഉറക്കം പിടിച്ച് വരുന്ന കെട്ടിയോനും മക്കളിലും ബെഡ്റൂമിൽ തന്നെ ഇരുത്തിയിട്ട് കിച്ചണിൽ കുറച്ചുകൂടി പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നൈസായിട്ട് പൂരിയും കറിയിലാക്കാന്ന് വെച്ച് വന്നേ. കൃത്യമായിട്ട് പൂരി ചുട്ട് കഴിയുമ്പോൾ സ്കൂളിൽ അസംബ്ലി വിളിച്ചോളി 4 പേരും അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ അവർ ഒഴിവാക്കിയത് ഈ ഫുഡ് അവർക്ക് കൊടുക്കുന്നതായിട്ടല്ല കേട്ടോ. ഈ ഉണ്ടാക്കുന്ന സമയം മഴൻ്റെ ആ സൗണ്ടെല്ലാം ആസ്വദിച്ച് നൈസായിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന സുഖം ഈ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ കിട്ടൂല. അത് ചപ്പാത്തിൻ്റെ പൊടി ഒരാൾക്ക് വേണ്ടി വരും, പുഴുങ്ങി വെച്ച മുട്ട ഒരാൾക്ക് വേണ്ടി വരും, അങ്ങനെ പല പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആരും തെറ്റിദ്ധരിച്ചൊക്കെയല്ല. എന്തായാലും കൺമുന്നിൽ ഇതെല്ലാം കണ്ട സ്ഥിതിക്ക് ഇനി എല്ലാവരും അത് കഴിച്ച് ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയാണ്ട് ഉറങ്ങാൻ പോകുന്നു വിചാരിക്കേണ്ട. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഷെഫ്ന ഹാഷിം എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കുക്കിങ്ങും നല്ല സംസാരമാണ് കേട്ടിരിക്കാൻ. അവരൊരു കോഴിമുട്ട പെരട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഏകദേശം ഏറെക്കുറെ ആ സിമിലാരിറ്റിയിൽ ഒരു മുട്ട റോസ്റ്റും ആക്കി നല്ല പൂരി എടുത്ത് കുറച്ച് അച്ചാറും എടുത്തിട്ട് അങ്ങനെ എല്ലാവരും 1:45 ഈ ഫുഡ് കഴിക്കുന്നു. മഴക്കാലം തുടങ്ങിയാൽ ഇതുപോലത്തെ വട്ട് വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.